ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ആണല്ലോ. നമുക്ക് ഇപ്പം മാങ്ങ സീസണാണ്. അപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട്. അപ്പം മാങ്ങ വെച്ച് കുറേ ഡിഷസ് ഞാൻ ഇതിന് മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ഇന്നും മാങ്ങ കൊണ്ട് ഒരു 4 ഐറ്റം ഉണ്ടാക്കുന്നതാണ് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു 6-7 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം തൊളി ചെത്തി നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ആദ്യം ഇതേ കുറച്ച് മാങ്ങ എടുത്ത് മിക്സിയിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല, വെറും മാങ്ങ മാത്രം നല്ലപോലെ അരച്ചെടുക്കാനാണ്. ഒരു ഐസ്ക്രീം ആദ്യം ഉണ്ടാക്കാനാണ്. അപ്പം നല്ലപോലെ മാങ്ങ അരച്ചിട്ടുണ്ട്. മധുരം താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിന് നല്ല മധുരമുള്ള മാങ്ങയായതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. എന്നിട്ട് ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി. ഓരോരോ ഷേപ്പിലുള്ള പാത്രത്തിലാണ്. ഇതില്ലെങ്കിൽ ഡിസ്പോസബിൾ കപ്പിലാണെങ്കിലും വെച്ചാൽ മതിയായിരിക്കും. എന്നിട്ട് ഇതിന് ഐസ്ക്രീം സ്റ്റിക്ക്, നമ്മൾ ചാക്കോബാറൊക്കെ മേടിക്കുന്ന ഐസ്ക്രീം സ്റ്റിക്ക് ഞാൻ കളയത്തില്ല. അത് തന്നെയാണ് ഇതിനകത്ത് വയ്ക്കുന്നത്. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 1 അവർ കഴിഞ്ഞ് എടുത്താൽ നമുക്ക് സെറ്റായി കിട്ടുമായിരിക്കും. അടുത്ത ഐസ്ക്രീം ഒഴിച്ച് വെച്ചതിൻ്റെ ബാക്കിയും പിന്നെ ഇച്ചിരി കൂടെ മാങ്ങായും കൂടെ ഇട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി പാൽ തിളപ്പിച്ച് ആറിച്ചതാണ്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതായിട്ട് എടുത്താലും മതി. ഞാൻ വെറുതെ തിളപ്പിച്ച് ആറിച്ച പാലും കൂടെ ഇതിനകത്ത് ചേർത്ത് നമ്മൾ മിക്സിയിലൊന്നും കൂടെ നല്ലപോലെ അടിച്ചെടുക്കുക. അപ്പോൾ പാൽ ഫ്രീസറിൽ വെച്ചിട്ട് ഇതിനകത്ത് ചേർത്താലും നല്ല മിൽക്ക് ഷേക്ക് കട്ടിയുള്ളതായിട്ട്, ഇതല്ലാതെ കട്ടിയുണ്ട്. അപ്പം മിൽക്ക് ഷേക്ക് പോലെ അടിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ഡെക്കറേഷനും അല്ലാതെ കടിച്ച് തിന്നാൻ അങ്ങനെയുള്ള പരുവത്തിന് ഇഷ്ടമുള്ളവർക്ക് മാങ്ങ ഇങ്ങനെ ചെറുതായിട്ട് പൂളിയിടുകയും ചെയ്യാം, അല്ലാതെ പ്ലെയിനായിട്ട് കുടിക്കുകയും ചെയ്യാം. ഇതിൻ്റെ കൂടെ ഐസ്ക്രീം ചേർത്ത് കഴിക്കുകയും ചെയ്യാം. വനില ഐസ്ക്രീം അല്ലെങ്കിൽ മാംഗോ ഐസ്ക്രീമാണ് നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അതുകൊണ്ട് ഇവിടെ ഉള്ള ഐസ്ക്രീം ഞാനങ്ങ് ചേർത്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരേ സാധനത്തിൽ തന്നെ 3 വെറൈറ്റി നമുക്ക് കൊടുക്കാം. പിള്ളേർക്കൊക്കെ ഈ സമയത്ത് വലിയ ഇഷ്ടവുമാണ്. അപ്പോൾ ഓരോരോ ദിവസം ഓരോരോ വെറൈറ്റി ട്രൈ ചെയ്യുകയും ചെയ്യാം. കൊച്ചു പിള്ളേർക്കൊക്കെ ഒരേ മോഡൽ 2 ദിവസം കൊടുത്തു കഴിയുമ്പോൾ മടുക്കുമല്ലോ. ഇങ്ങനെ വെറൈറ്റി നോക്കുമ്പോൾ ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ ഐസ്ക്രീം ആദ്യം ഒഴിച്ച് വെച്ചത് സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി ഐസ്ക്രീമാണ്. അഗെയിൻ മാങ്ങ വെച്ച് കേസരിയാണ്. നമ്മൾ പഞ്ചസാര, റവ, വെള്ളം, മാങ്ങ. ആദ്യം നമ്മൾ പാൻ വെച്ച് വെള്ളം 1:3, 1 ഗ്ലാസ് റവ എടുക്കുകയാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം, ആ പരുവമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഏലക്ക പൊടിച്ചത് അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പം തീ സിമ്മിലാക്കിയിട്ട് റവ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, കട്ടിയാകാതെ. ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും മാങ്ങയുടെ പൾപ്പെടുത്ത് വെച്ചത് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇതെല്ലാം കണ്ടിന്യൂ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പം ഞാൻ അതിനെ പെട്ടെന്നങ്ങ് കാണിച്ചത്. എന്നാൽ ഞാൻ ഒരു കൈ കൊണ്ട് ഇളക്കുകയും ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സമയം പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അടിക്ക് പിടിക്കാതിരിക്കാനും കട്ടയായി പോകാതിരിക്കാനും ഇച്ചിരി പരുവം വരുമ്പോൾ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ നെയ്യ് അധികം ചേർക്കാത്തത് കൊണ്ട് ഇത്രയും ചേർത്തിട്ടുള്ളൂ. എത്രയും നെയ്യ് ചേർക്കുന്നോ അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ആ മാങ്ങയുടെ ഞാൻ എടുത്ത് വെച്ചത് അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി അരിപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് അത് നല്ല നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെയോ അല്ല ഈ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിനാക്കിയിട്ട് അത് ഉരുട്ടി വയ്ക്കുകയോ ചെറിയ ചെറിയ ബോളായിട്ട് ഇടുകയോ അങ്ങനെ ചെയ്തിട്ട് വെള്ളം ആദ്യം തിളപ്പിക്കാൻ വെക്കണം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ബോൾ ഉരുട്ടി വെച്ചതൊക്കെ അതിനകത്ത് ഇടുക. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് ചേർത്താൽ മതി. മാങ്ങയുടെ പുളിയും പഞ്ചസാരയും കൂടെ വരുമ്പം പുളി ബാലൻസ് ആകാൻ വേണ്ടി പഞ്ചസാര താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം പഞ്ചസാര ഇടുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. നമ്മൾ ഓരോരിടത്തിനും ഓരോരോ പേരാണ്. പാൽക്കൊഴുക്കട്ട ഉണ്ടാക്കും, എന്തോ പിടികറിയോ അങ്ങനെ ഒരു അമ്മച്ചി പറഞ്ഞു. അപ്പോൾ ഓരോരോ പേരാണ്. ഞാനപ്പോൾ അത് വെറും അരിപ്പൊടിയാകാതെ അതിൻ്റെ കൂടെ മാങ്ങയുടെ ഒരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടി ചേർത്തതാണ്. അത് ടേസ്റ്റിയാണ്, ഒരു ചെറിയ പുളിയും മധുരവും.
പാലും ഓപ്ഷനലാണ്. തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ ഇച്ചിരി പാലും കൂടെ ആഡ് ചെയ്തു, ആ ഒരു കളറ് കിട്ടാനും ഒരു കുളിപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ മാങ്ങ കൊണ്ടുള്ള എല്ലാ വെറൈറ്റീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ മാങ്ങ കൊണ്ട് ഇതിനു മുമ്പേ ഒത്തിരി റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, കണ്ടിട്ടില്ലാത്തവർ കാണണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മീ.